ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ ഈ ഒരു ഡിസൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻ റോസിറ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൈഡർ വർക്ക് ചെയ്തിട്ടുണ്ട്. റോസിറ്റി സ്റ്റിച്ചിലാണെങ്കിൽ 5 legs ആണ് വരുന്നത്. സ്പൈഡറിനാണെങ്കിൽ 8 legs ആണ് വരുന്നത്. ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും തയ്ക്കുന്നത്. ഇത് ഇപ്പോൾ 6 ആണ്. നമ്മൾ 6 ആയിട്ടാണ് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേൾ കോട്ടൺ ത്രെഡാണ്. അത് 1 strand എടുത്തിട്ടാണ് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നമ്മൾ ഈ സർക്കിളിനെ വരച്ച മാതിരി നമ്മൾ 6 ഡിവൈഡ് ചെയ്യുകയാണ്. കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ചെയ്താലും മതി. കുറച്ചും കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 2 വട്ടം എന്ന് വെച്ചാൽ സെയിം പോയിന്റിലോട്ട് തന്നെ സെയിം സ്ഥലത്ത് തന്നെ 2 വട്ടം നമ്മൾ തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരി ഇപ്പം അങ്ങനെ 2 വട്ടം എടുക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി, അല്ലെങ്കിൽ 6 strands ആയിട്ടുണ്ടെങ്കിൽ ഒരു കട്ടി കിട്ടും. ഇതിപ്പോൾ സിംഗിൾ സ്ട്രാൻഡ് ആയതുകൊണ്ട് കട്ടിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ 2 വട്ടം എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സർക്കിളിനെ 6 ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്ക് നോട്ട് ഇടാനാണ് ഉള്ളത്. അത് നോട്ട് ഇടുന്നത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു നോട്ട് പോലെ ആക്കാനായിട്ട് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ കൂടെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ വെറുതെയാണ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ കുറച്ചും കൂടെ തടിച്ച് വയ്ക്കണമെങ്കിൽ പല രീതിയിലും നോട്ടിടാം. ഞാനിപ്പോൾ 2 വട്ടം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടുക്ക് നോട്ടിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ സ്പൈഡർ സ്റ്റിച്ച് തയ്ക്കുന്ന മാതിരി ബാക്കിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അത് എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ത്രെഡിൽ ഇങ്ങനെ കുടുങ്ങും. ഈ പോയിൻ്റ് നീഡിലിൻ്റെ ടിപ്പ് അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കൺവീനിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇതാണ് കറക്റ്റ് വേ. ഇങ്ങനെ ചെയ്താൽ എവിടെയും അധികം ഉടക്കില്ല. മറ്റേത് പോയിൻ്റ് നീഡിലിൻ്റെ ടിപ്പ് എവിടെയെങ്കിലും ത്രെഡിൽ ഇങ്ങനെ ഉടക്കി പോകാൻ സാധ്യതയുണ്ട്. അത് ഇതുപോലെ സ്പൈഡർ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു 2-3 റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 5 rounds ഇതുവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വട്ടം ഇപ്പോൾ ഇവിടെയല്ലേ ഇരിക്കുന്നത്, ഇവിടെ കൂടെ വീണ്ടും ഇങ്ങനെ എടുക്കുകയാണ്. നീഡിൽ പാസ് ചെയ്യുകയാണ്. സ്ട്രെയിറ്റായി. ഇപ്പോൾ നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ ലൈൻസ് ഇല്ലേ, ഈ ലൈൻസിൻ്റെ 2ഓ 3ഓ അത് നമുക്ക് എന്തോരം വീതിയിൽ വേണം എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെയാണ് എടുത്തിരിക്കുന്നത്. 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ നീഡിൽ പാസ് ചെയ്യണം. ഇവിടെയുള്ള 2 ത്രെഡിൻ്റെ 2 ത്രെഡിൻ്റെ മേളിൽ നിന്ന് താഴത്തോട്ടാട്ടോ നീഡിൽ വെക്കുന്നത്. ഇവിടെ മേളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ താഴത്തേക്കൂടെ, ആദ്യം എവിടുന്നാണ് വന്നേ അതിൻ്റെ തന്നെ താഴത്തേക്കൂടെ വീണ്ടും മേളിൽ കൂടെ വന്നിട്ട് ഈ സെയിം 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിലിങ്ങനെ പാസ് ചെയ്യുന്നു. വീണ്ടും ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ പാസ് ചെയ്യുന്നു. ഇതിപ്പോൾ എത്ര വട്ടമാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ 2 വട്ടം ചെയ്തു. ഇത് 3ാമത്തെ വട്ടമാണ്. ഇപ്പോൾ 3 വട്ടം ചെയ്ത് ഞാൻ നിർത്തുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് ഇപ്പുറത്തെ ഇതിലോട്ട് നമ്മൾ പോവുകയാണ്. അതെ, ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു വട്ടവും കൂടി ഇവിടെ ചെയ്താൽ ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലോട്ട് പോകാം. അപ്പോൾ അതേ ഇവിടെ നിന്ന് താഴത്തിട്ട് ഇപ്പുറത്തെ ഇതിലോട്ടാണ് പോയത്. അവിടെ പോയിട്ട് ഒരു വട്ടോടെ ഇതിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുക. ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുക.
അപ്പോൾ അവിടെയും ഒരു ഇത് വന്നിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെയും ഇതുപോലെ തന്നെ 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെ 2 ത്രെഡ് മാത്രം കേട്ടോ, 2 ത്രെഡിൻ്റെ മാത്രം താഴത്തേക്കൂടെ ഇതുവരെ. ഇനി ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, ഈ ത്രെഡല്ല സോറി, ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, ഇവിടെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ഇനി വീണ്ടും മേളിൽ നിന്ന് താഴത്തോട്ട് 2 ത്രെഡിൻ്റെ ഇങ്ങനെ എടുക്കുക. ഇവിടെ എത്ര വട്ടം ഇതുവരെ താഴത്തേക്കൂടെ എടുത്തോ അത്ര വട്ടം തന്നെ ഇവിടെയും ചെയ്യുക. അപ്പം നമ്മൾ അവിടെ 4 വട്ടമാണ് എടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ താഴത്തേക്കൂടെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു വട്ടം കൂടെ ഇവിടെ ലൂപ്പ് അങ്ങനെ ഉടക്കി വെക്കുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ലൈനിൻ്റെ 2 എണ്ണത്തിൻ്റെ താഴത്തേക്കൂടെ 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെ രണ്ടെണ്ണത്തിൻ്റെ താഴത്തേക്കൂടെ ഇതിൻ്റെ താഴത്തേക്കൂടെ പിന്നെ കണ്ടിന്യൂസ് ഈ പ്രോസസ്സ് തന്നെ ബാക്കി എല്ലായിടത്തും നമ്മളിത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടേക്ക് വരണം. വീണ്ടും നമ്മൾ ടേൺ ചെയ്യുകയാണ്. എന്നിട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഈ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് പൂവ് ഇരിക്കുന്നത്. അപ്പോൾ സ്പൈഡർ സ്റ്റിച്ചിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചായിട്ടാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ 6 ലെഗ്സ് ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ 8 ആക്കണമെങ്കിൽ 8 ആക്കാം. പക്ഷേ സർക്കിളിൻ്റെ വലിപ്പം അന്നേരം കൂട്ടണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ സൈസ് കുറയുമ്പോൾ അതിൻ്റെ പാർട്ടീഷൻസ് നമ്പർ ഓഫ് പാർട്ടീഷൻസ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. 6ലും കുറവ് 4 ഒക്കെ ആകിയിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ ട്വിസ്റ്റ് ചെയ്ത് വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. മിനിമം 6 എങ്ങാനും വേണം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിരിക്കുന്ന കാലിൻ്റെ ഡിസ്റ്റൻസിങ്ങിനൊരു ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ വൃത്തികേട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പാർട്ടീഷൻ ചെയ്യണത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഈ ലീവ്സും സ്റ്റെംസുമാണ് തയ്ക്കാനുള്ളത്. ലീവ്സ് നമ്മൾ ജർമ്മൻ നോട്ട് അല്ലെങ്കിൽ നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇത്തിരി അകത്തിയാണ് ചെയ്തിരിക്കുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി കൂടും. ഇതിൻ്റെ അകത്ത് ഞാൻ ഇത്തിരി അകത്തിയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഓർഗൻഡി മെറ്റീരിയലിലാണ് നമ്മളിപ്പോൾ തയ്ക്കുന്നത്. അതൊരു കോട്ടൺ മെറ്റീരിയലിലാണെങ്കിൽ കുറച്ചും കൂടെ അടുപ്പിച്ചടുപ്പിച്ച് തയ്ക്കാൻ പറ്റും. ഓർഗൻഡി ആകുമ്പം എടുക്കുന്നത് ആ ഹോള് വരുന്നത് കുറച്ച് കൂടുതലായിരിക്കും മെറ്റീരിയലിൻ്റെ. ഇതുപോലെ ഇങ്ങനെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ആ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പല്ല, ഈ ആദ്യം സ്റ്റിച്ച് ചെയ്ത ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, എന്നിട്ട് ഈ നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡും ഇങ്ങനെ വെച്ചിട്ട് വലിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ എന്തോരം ഡിസ്റ്റൻസിലാണ് ഈ നോട്ട് വേണ്ടി, ഈക്വൽ ഡിസ്റ്റൻസ് തന്നെ ആക്കിയാൽ നല്ലത്. എന്തോരം ഡിസ്റ്റൻസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ എടുത്ത് വെച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ച് തയ്ച്ചാലാണ് നല്ലത്. പിന്നെ എളുപ്പം പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തിയായാലും തയ്ക്കും. ഇത് പിന്നെ മെറ്റീരിയൽ വൈസും വ്യത്യാസമുണ്ട്. ഓർഗൻഡി ആയതുകൊണ്ട് ഇങ്ങനെ ഹോള് വരുന്നതുകൊണ്ട് ഒത്തിരി അടുപ്പിച്ച് തയ്ച്ചാൽ ഒരു ഭംഗികേടായിരിക്കും. ഒത്തിരി ഹോൾസ് നമുക്ക് കാണാൻ കിട്ടും, വിസിബിളായിരിക്കും. ഇതുപോലെയാണ് നമ്മൾ ലീഫ് തയ്ച്ചിരിക്കുന്നത്. വേണമെങ്കിൽ സ്റ്റെമ്മും അതുപോലെ തന്നെ തയ്ക്കാം. പക്ഷെ ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു വട്ടോടെ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ എടുക്കുക. കുറച്ച് തുണി എടുക്കുക. നമ്മൾ ഒത്തിരി തുണി എടുക്കണ്ട, കുറച്ച് തുണി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡിൻ്റെ താഴത്തേക്കുള്ള നീഡിൽ ഇങ്ങനെ പാസ് ചെയ്യുക.
അപ്പം നമ്മൾ ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ത്രെഡിൻ്റെ താഴത്തേക്ക് കൂടെ ഇതുപോലെ ത്രെഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം സ്റ്റിച്ച് ചെയ്ത് ത്രെഡിൻ്റെ താഴത്തേക്ക് കൂടെ ദേ ഇങ്ങനെ നീഡിൽ പാസ് ചെയ്യുക, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ത്രെഡ് ഈ നീഡിലിൻ്റെ താഴത്തേക്ക് കൂടെ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ലൂപ്പ് കിട്ടും. അപ്പോൾ ഇത് ലീഫിൻ്റെ കോർണർ പോയിൻ്റ് എത്തി. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പക്ഷേ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പുറത്തുനിന്ന് എടുത്തിട്ട് ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ പാറ്റേൺ തയ്ച്ചു കഴിഞ്ഞാൽ ഇതുമാതിരിയാണ് ഇരിക്കുന്നത്. ലീവ്സ് കുറച്ചും കൂടെ അടുപ്പിച്ച് നിങ്ങൾക്ക് തയ്ക്കാം. ഞാൻ ഇത്തിരി അകത്തിയാ തയ്ച്ചെന്ന് പറഞ്ഞു ഓൾറെഡി. വെയിൻസും എല്ലാം ഞാൻ ഈ ജർമ്മൻ നോട്ട് അല്ലെങ്കിൽ ഡബിൾ നോട്ട് പല പേരിൽ അറിയപ്പെടും, പേൾ സ്റ്റിച്ച് എന്നൊക്കെ പറയും. ആ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്താണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഓഫ് സ്റ്റിച്ചാണ്. എന്ന് വെച്ചാൽ സ്പൈഡർ സ്റ്റിച്ചും അല്ല, റോസ്റ്ററി സ്റ്റിച്ചും അല്ല, എന്നാൽ അതുപോലെയൊക്കെ തന്നെയാണ് തയ്ക്കുന്നത്. ഒരു കുറച്ച് വേരിയേഷൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.